ഹേ ഡേയ്സ്. സോ ഗൈസ്, ഞാനിങ്ങനെ ഷോർട്സ് സ്ക്രോൾ ചെയ്തിരിക്കുമ്പോഴാണ് ഹംസി നൂഡിൽസ് കഴിക്കുന്നത് കാണുന്നത്. അപ്പോൾ തന്നെ എനിക്ക് ഉണ്ടാക്കണമെന്ന് തോന്നി ഗൈസ്. അപ്പോൾ ഇതൊരു നൂഡിൽസ് കഥയാണ് സുഹൃത്തുക്കളെ. എങ്ങനെ പെട്ടെന്ന് എളുപ്പത്തിൽ തട്ടിക്കൂടി നൂഡിൽസ് ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഇത് വലിയൊരു കഥയാണ് ഗൈസ്, കേട്ടിട്ട് വരും. ഇപ്പം നമുക്കുണ്ട് ഗൈസ്. ഞാൻ ഫ്രിഡ്ജ് നോക്കിയപ്പോഴത്തേക്കും ഒരു വെജിറ്റബിൾസും ഇല്ല. ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ നമുക്ക് ഉള്ളിയുണ്ട്. പക്ഷേ ഇത് ക്യാബേജ് വേണം ഗൈസ്. ഞാൻ അങ്ങനത്തെ ഒരു നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നും ക്യാബേജ് ഇല്ലാത്തതുകൊണ്ട് വിനീതയുടെ വീട്ടിൽ പോയി, വിനീതാൻ്റിയുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് ക്യാബേജ് എടുക്കാം. ഇപ്പോൾ രാത്രി സമയം 7 കുറ്റ കൂരിട്ട് അസ്തമയം, അങ്ങനെ ഒരു അവസ്ഥയാണ് ഗൈസ്. പാട്ട് പാടുന്നവർ ശ്രദ്ധിക്കണ്ട. അപ്പോൾ നമുക്ക് പോയി എടുത്തോണ്ട് വരാം. നമുക്ക് വണ്ടി പോവാം. ഞാൻ ബസ്സിൽ പോയി എടുത്തോണ്ട് വരും. പ്രസിഡന്റ് പാട്ട് ഭയങ്കര സൗണ്ട് കേട്ട് നിങ്ങൾ കേട്ടോ. പോയി വിനീതൻ്റെ വീട്ടിൽ പോയി നമുക്ക് ക്യാബേജ് എടുത്തോണ്ടല്ലാന്ന് ഞാൻ പറഞ്ഞേ. അതിൻ്റെ ഇടയ്ക്ക് അവളുടെ തൊണ്ട കയറി അവൾ പാടി. അതുകൊണ്ട് കേട്ട് കാണുന്നില്ല, എനിക്കറിയാം. സോ നമ്മൾ പോയിട്ട് വരാം. ഞാൻ ഇവരുടെ കൂടെ പാടാൻ കൂടി കേട്ടോ. ഇത് പാടിയിട്ട് നമുക്ക് പോയി സാധനം എടുക്കാം. ഓക്കേ. കിട്ടി, സാധനം കിട്ടി. കണ്ടോ ഗായ്സ്, ഇവിടെ ഫുള്ള് ശവക്കോട്ട കാണാനില്ല. സോ ഗൈസ്, നമ്മുടെ ഇപ്പിയുടെ പാക്കറ്റിൽ 2 ആണല്ലോ കൊടുത്തേക്കുന്നത്. മനസ്സിലായി? ഒന്ന് 2 അല്ലേ ഉള്ളത്. അതിൽ 1 മാത്രമേ ഞാൻ ബോയിൽ ചെയ്യുന്നുള്ളൂ. കാരണം എനിക്ക് മാത്രം മതി. അമ്മയ്ക്കും അവൾക്കും വേണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കുക്കിങ്ങിൽ അവർ അത്രയ്ക്ക് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് മാത്രം ബോയിൽ ചെയ്യുന്നുള്ളൂ. നാലെണ്ണുണ്ട് ഗൈസ്. ഇപ്പം 2 ഹായ് ഹായ് ഹോയ് ഹോയ്. അപ്പോൾ ഇത് ഇവിടെ കിടന്ന് തിളക്കട്ടെ ഗൈസ്. തിളയ്ക്കോ? ഓക്കെ. ഇനി നമുക്ക് കുക്ക് ചെയ്യാം ഗൈസ്. ആദ്യം ഒരു പാൻ ചൂടത്ത് വയ്ക്കാം. തീയൊക്കെ കത്തിക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് മതി. പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഞാൻ ഒറ്റ 2 വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ. എന്നിട്ട് അതുപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇതിനെന്താ കളറൊന്നും ഇല്ലാത്ത ഇങ്ങനെ ആയിരിക്കും നോക്കാം. ഇതിന് നമുക്ക് ഇനി ഒരു പാത്രത്തിൽ മാറ്റി വെക്കാം കേട്ടോ. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. നമ്മളത് മാറ്റി വെക്കണം. അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഗാർലിക് ഉള്ളി ഇങ്ങനെ ആക്കുക. ഞാനരിഞ്ഞ് നീളത്തിലൊക്കെ അരിയുന്നതുണ്ട്. നിങ്ങൾ കുഞ്ഞു അരിയണേ. പിന്നെ അതിലേക്ക് ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം മുറിച്ചിടാം കേട്ടോ. ഈ ക്യാബേജിന് വേണ്ടിയാണ് ഞാൻ പാതിരാത്രിക്ക് ഓടിയത്. അത് കുറച്ച് ഇതാകട്ടെ, ഒരു ബ്രൗൺ ഷെയ്ഡ് ആകട്ടെ. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് ഇളക്കാം. ഇതിന് ശേഷം ടൊമാറ്റോ സോസും സോയ സോസും ഒഴിക്കണം. എൻ്റെ സോയ സോസൊന്നും ഇല്ല, കുറച്ച് ടൊമാറ്റോ സോസ് നമുക്ക് ഒഴിക്കാം. കെച്ചപ്പോ എന്തെങ്കിലുമൊക്കെ ഒഴിക്കാറ്. കുറച്ച് ഇവിടോട്ട് ഒഴിക്കാം. മതി. ഇതിൽ നമ്മൾ ഇത് ഒഴിച്ചല്ലോ. സോസ് ഒഴിച്ച് കുറച്ച് കുരുമുളക് ഇട്ട് നമ്മുടെ നൂഡിൽസ് ഇട്ടു. നേരത്തെ മാറ്റി വെച്ച മുട്ട ഇട്ട് കുറച്ച് കുരുമുളക് കൂടെ ഇട്ട് ഇളക്കുക. വറ. ഇത് കുറച്ച് പിടിച്ചൊക്കെ ഇളകണം കേട്ടോ. സംഭവം ഞാൻ ഈ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ മാത്രം ഒത്തിരി കഴിച്ചാൽ മതി. അതാണ് നല്ലത്. ഇതിനിപ്പം ഞാൻ ഇളക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, ഞാൻ പിന്നെ ഓർത്തത് ഇതിന് കളറില്ല. നമ്മൾ ഇപ്പിയിൽ പൊടിയോടെ കുറച്ചിടണം. അപ്പം കളർ വരും. അപ്പം കുറച്ചിടാം. ഓക്കെ. മതി ഇഡ്ഡലി.
മതി. നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇപ്പോഴേ നമുക്ക് കഴിച്ചു നോക്കണ്ട, ഡിന്നർ സമയമാകുമ്പോൾ കഴിച്ചാൽ മതി. നമുക്കിനി തീ ഓഫാക്കാം. നമുക്ക് അടച്ചു വയ്ക്കാം. പൊള്ളി ഗൈസ്. ഓക്കെ, സോ ഗൈസ് നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇത്രയും ഉണ്ട്, ഇത്രയും കഴിക്കാൻ പറ്റത്തില്ല. നമുക്ക് കുറച്ച് കഴിച്ചിട്ട് നാളെ രാവിലെ കഴിക്കാം. കൊള്ളാൻ തോന്നുന്നു, കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു. ലുക്കിലല്ലല്ലോ, കഴിച്ചൊക്കെ പറയാം. ഓക്കെ, ഇനി നമുക്ക് ഡിന്നർ സമയത്ത് കാണാം. ബൈ. ചേച്ചി നമുക്ക് നൂഡിൽസ് ട്രൈ ചെയ്യാൻ. ചിക്കൻ ഫ്രൈ ഉണ്ട്, ട്രൈ ചെയ്ത് നോക്കാം. അമ്മയ്ക്കും കൂടെ കുറച്ച് കൊടുക്കാം. കമ്മി കുറച്ച് കൊടുത്താൽ ഫസ്റ്റിലേക്ക് കൊടുക്കണ്ട ഗൈസ്, ഫസ്റ്റിലേക്ക് വേണ്ടെന്ന് അല്ലേ? വേണ്ട, നമുക്ക് തിന്നു നോക്കാം. റെസ്റ്റോറൻറ്റ് കിട്ടുന്ന പോലെ ഇരിക്കുന്നു ഗൈസ്. സൂപ്പർ, എല്ലാം ട്രൈ ചെയ്യണേ. ഓക്കെ ഗൈസ്, അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ. സൂപ്പർ നൂഡിൽസ്.